ന്യൂസ് ടൈംസ് തുടരുകയാണ്. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ വേഗത്തിൽ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ. മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും. ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനം തുടരുന്നു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തു. ശിവഗിരി ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൊല്ലത്ത് ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തിയതിൽ കേസ്. വ്യാപാരി വ്യവസായി സമിതിക്കെതിരെയാണ് കേസ്. നറുക്കെടുപ്പ് നടത്തിയത് ഈ മാസം 2-ന്. ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തുന്നത് നിർത്തിവെക്കണമെന്ന ജില്ലാ ലോട്ടറി ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാറിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും അറിയിക്കാതെ നഗരസഭാ പരിധിയിലെ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ബയോമെഡിക്കൽ കെട്ടിടത്തിന്റെ കട്ടിളവയ്പും നിർവഹിച്ചതിൽ പ്രതിഷേധം. PT ഉഷ MP ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പങ്കെടുത്തത് C. കൃഷ്ണകുമാറും കൗൺസിലറും ഭാര്യയുമായ മിനി കൃഷ്ണകുമാറും മാത്രം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു. മെമ്മറി കാർഡ് വിവാദത്തിൽ താരസംഘടനയായ അമ്മയിൽ നിന്ന് തെളിവെടുപ്പ് തുടരുന്നു. 15 താരങ്ങളിൽ നിന്ന് മൊഴിയെടുക്കുന്നത് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ. തേജസ്വി യാദവ് ബീഹാറിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പ്രഖ്യാപനം ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിലുണ്ടാകും. മത്സര ചിത്രവും ഇന്ന് തെളിയും. 2ാം ഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നു. രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നവംബർ ആദ്യവാരത്തിൽ തുടക്കം. ആദ്യം നടപ്പിലാക്കുക കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. മലേഷ്യയിലെ ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല. ദീപാവലി ആഘോഷങ്ങൾ കണക്കാക്കി മോദി ഓൺലൈനായി പങ്കെടുക്കും. വിവരം പങ്കുവെച്ച മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇന്നലെ ഒരാൾ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അധികാരം കൊണ്ടുവരുന്ന ബില്ലിന് പാർലമെന്റ് പ്രാഥമിക അംഗീകാരം നൽകി. തീവ്ര വലതുപക്ഷ MP അവി മാവോസ് ആണ് ബിൽ അവതരിപ്പിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു നീക്കം. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കം. 3000 മീറ്ററിലെ 4 ഇനങ്ങളിലും പാലക്കാടിന് സ്വർണം. മീറ്റിലെ വേഗതാരങ്ങളെ ഇന്നറിയാം.